നമ്മൾ നേരത്തെ പങ്കുവച്ച 9 വയസ്സുകാരിയുടെ ദുരവസ്ഥ അത് കണ്ട് അതിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുകയാണ് എന്ന് നമ്മളെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം മിനിസ്റ്റർ ചേരുകയാണ്. അതോടൊപ്പം തന്നെ ദിലീപ് ദേവസ്യാണ് ഈ കുഞ്ഞിന്റെ ദുരവസ്ഥ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നിഹാന വെളിച്ചം കാണാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞ് കടന്നു പോകുന്ന ദുരിതം എത്രയാണ് എന്ന് നമ്മൾ കണ്ടു. ആ വാർത്താ റിപ്പോർട്ടറിലൂടെ കണ്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത്. ശ്രീ സുരേഷ് ഗോപി നമസ്കാരം. അങ്ങ് ആ കുഞ്ഞിന്റെ ദുരിതം കണ്ട് മനസ്സിലാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. ആ കുഞ്ഞിന് നമുക്ക് ഒരു സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ട്. അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? സഹായം എത്തിക്കുക എന്നുള്ളതല്ല. ഞാൻ വിചാരിക്കുന്നത് അതിന് ആദ്യം ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. എന്താണ് ഈ അസുഖത്തിന്റെ പശ്ചാത്തലം, ഒരു വാക്സിനേഷൻ എടുത്തു എന്നെല്ലാം പറയുന്നത് മാത്രം എനിക്ക് വേഗമായിട്ടേ അറിയൂ. എനിക്ക് തോന്നുന്നു കൊല്ലത്തുനിന്ന് എത്രയും പെട്ടെന്ന് വലിയ ദൂരം ട്രാവൽ ചെയ്യാതെ എത്താൻ പറ്റുന്നത് ട്രിവാൻഡ്രം ആയിരിക്കും. അവിടെ ചൈതന്യയിൽ പോയി മീന മാൻ, ഡോക്ടർ മീന ഒന്ന് കാണിച്ചാൽ ബാക്കി ഞാൻ പിന്നെ അവിടെ കോർഡിനേറ്റ് ചെയ്ത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ശ്രീ അതല്ല സുരേഷ് ഗോപി, അങ്ങൊന്ന് തുടരണം. അങ്ങയോട് സംസാരിക്കാനായി കുഞ്ഞിന്റെ അമ്മ ബെൻസിലയുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥ അതുപോലെ തന്നെ ചികിത്സയുടെ കാര്യങ്ങളും നേരിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. ബെൻസില, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമുക്കൊപ്പമുണ്ട്. നമ്മുടെ കുഞ്ഞിന് എന്താണ് ഇനി നൽകേണ്ട ചികിത്സ എന്നത് അദ്ദേഹം ഇപ്പോൾ ചൈതന്യ ആശുപത്രിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയാൽ അവിടെയുള്ള ഡോക്ടറുടെ വിവരങ്ങളടക്കമാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം തന്നെ നേരിട്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്തത് ഡോക്ടർ മീനയുടെ കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉടൻ തന്നെ ചികിത്സയ്ക്ക് പോകാൻ, തിരുവനന്തപുരം വരെ പോകാൻ സാധിക്കുമല്ലോ അല്ലേ ബെൻസില? ബെൻസില, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി, സംസാരിക്കാം അദ്ദേഹത്തോട്. നമസ്കാരം. നമസ്കാരം സാർ. ഹലോ. ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറ്റുമോ കുഞ്ഞുമായിട്ട്? മോളെ ചികിത്സ ഗിരിധറിലാണ് നടക്കുന്നത്. ആണോ? അല്ല, ഈ അസുഖം എവിടുന്നാ ഉണ്ടായത്? എവിടുന്ന്? വാക്സിനേഷൻ ഒക്കെ എടുത്ത് എന്തോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 5 മരുന്നിനാണ് അലർജി ഉണ്ടായത്. 4 മരുന്നിന്റെ കൂട്ടത്തിൽ ഈ വാക്സിനും കൂടെ എടുത്ത്. അപ്പൊ ഡോക്ടേഴ്സിന് പോലും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ഏത് മരുന്നാന്ന്. പക്ഷേ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത സമയത്തായിരുന്നു ഇത് എല്ലാം ചെയ്തത്. ഛർദിക്കലും പനിയൊക്കെ ഉണ്ടായിരുന്നു മോക്ക്. ബെൻസില ജില്ലാ ആശുപത്രിയിലല്ലേ കൊണ്ടുപോയത്? ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. പനിക്ക് മരുന്ന് മേടിക്കാൻ കൊണ്ടുപോയി. അപ്പം പൂച്ച സ്ക്രാച്ച് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു റാബീസ് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ഡോസ് എടുത്ത് ഞങ്ങളിങ്ങ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം മോള് ശരീരം ചെറുതായിട്ട് പൊട്ടി, കണ്ണടച്ചു. കണ്ണെല്ലാം ചുമന്ന കളറായി, തലൈവ പോലുള്ള പഴുപ്പ് വന്ന് പിന്നെ NS ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മയോട് കൂടി മോളെ രക്ഷപ്പെടുത്തിയെടുത്ത്. 5 ദിവസം ICUലായിരുന്നു. ഒരുപാട് കെയറോടുകൂടി പരിഗണന തന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷേ പിന്നെ കുഞ്ഞിന് ഈ സ്റ്റീവൻ ജോൺസൺ എന്ന അസുഖം സ്ഥിരീകരിച്ചു. അപൂർവമായിട്ടുള്ള ഒരു രോഗം, സിവിയർ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന അസുഖത്തിന്റെ പേര്. അതിനുശേഷം കുഞ്ഞിന്റെ വജൈന ബ്ലോക്കായി, 5 തൊലിയും പഴുത്തുപോയി, കണ്ണുനീർ ഗ്രന്ഥി നഷ്ടപ്പെട്ട്, മോക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. എനിക്ക് അത് ഞാൻ പിന്നീട് അത് ഡോക്ടേഴ്സ് കേൾക്കട്ടെ. ഒരു കാര്യം ചെയ്യാവുന്നത്, എനിക്ക് അവിടെ ഡോക്ടർ സായി അറിയോ? ഡോക്ടർ സായി ഗിരിധറില്. എവിടുത്തെ കാര്യം സാറ് പറയുന്നത്? ഗിരിധർ ആശുപത്രിയില് എന്റെ കണ്ണ് ചികിത്സിച്ചത് ഒന്ന് ട്രിവാൻഡ്രത്തെ ചൈതന്യയിലെ ഡോക്ടർ മീന, അതുപോലെ പിന്നെ ഗിരിധറില് ചികിത്സിച്ചത് ഡോക്ടർ സായിയാണ്. ഞാനൊന്ന് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കട്ടെ? ചോദിക്കരുത്. പിന്നെ അവിടുത്തെ മോക്ക് ചെറിയൊരു സർജറി റിങ്ങിട്ട് ചെയ്തായിരുന്നു. ശരീരത്തിനകത്ത് പുറത്തും ഒരേപോലെ തൊലി പോയതിനെ കൊണ്ട് കണ്ണിന് പോവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു റിങ്ങിട്ട് സർജറി ചെയ്തായിരുന്നു അവിടെ NS ഹോസ്പിറ്റലിൽ. അത് നമ്മളെ വിനയപിള്ള സാറും കൂടെ നിർദ്ദേശിച്ചായിരുന്നു ഗിരിധറില്. അതാണ്. ശരി, ഞാൻ ഡോക്ടർ സായി ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് സുജയായിട്ട് ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് ചോദിക്കട്ടെ. ശരി സാറേ. താങ്ക് യു സാർ. താങ്ക് യു, നന്ദിയുണ്ട്. നോക്കട്ടെ. ബെൻസില, അപ്പോൾ നമുക്ക് കുഞ്ഞിന്റെ ചികിത്സയിലേക്ക് ആദ്യം പോകാം. അപ്പോൾ ഡോക്ടർ തന്നെ പറയട്ടെ. അതാണിപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. നമുക്ക് അന്വേഷിക്കണം എന്താണ് ഡോക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ സുജയ? ഇപ്പോൾ നമ്മുടെ ദിലീപ് ദേവസ്യുണ്ട്. ഈ കുഞ്ഞിനെ നേരിട്ട് പോയി കണ്ടു. അവിടുത്തെ ഡോക്ടറുമായും സംസാരിച്ചിട്ടുണ്ട് ദിലീപ്. ദിലീപ്, നമുക്കിപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. ഡോക്ടേഴ്സ് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് എന്താണ് ദിലീപ്?
ഞാൻ അല്പം മുമ്പ് ഈ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് ഹൈദരാബാദ് ഒരു ഹോസ്പിറ്റലുണ്ട്, LV പ്രസാദ് എന്ന ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും. മാത്രമല്ല ഇത് ചികിത്സിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 തവണയെങ്കിലും അവിടെ ഡോക്ടറുടെ അടുത്ത് രണ്ടാമത് പോകേണ്ടി വരുന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മികച്ച ചികിത്സ ലഭിക്കണമെങ്കിൽ LV പ്രസാദ് ഹൈദരാബാദിലുള്ള ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ ഗിരിധർ ഹോസ്പിറ്റൽ ആയിരിക്കും കുട്ടികൾ മികച്ചതെന്നാണ് പറഞ്ഞത്. കാരണം ഈ കുട്ടി 9 വയസ്സുള്ളതാണ്. ഓരോ സമയം കഴിയുന്നതിനനുസരിച്ച് കുട്ടിയുടെ കാഴ്ചയ്ക്ക് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ NS ആശുപത്രിയിലെ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് മരുന്നുകളെല്ലാം തന്നെ സൗജന്യമായി നൽകുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് എങ്കിൽ ഗിരിധർ ഹോസ്പിറ്റലാണ് മികച്ചത്. അതിനേക്കാൾ മികച്ചത് വേണമെങ്കിൽ അത് കേരളത്തിന് പുറത്ത് ഹൈദരാബാദിലുള്ള LV പ്രസാദ് ആശുപത്രി ആയിരിക്കും നല്ലത് എന്നാണ് ഇപ്പം അല്പം മുമ്പ് എന്നെ ഡോക്ടർ വിളിച്ച് സംസാരിച്ചത്. സുജയ. ഓക്കെ, ദിലീപ് തുടരുക. നമുക്കൊപ്പം ശ്രീ സുരേഷ് ഗോപി അങ്ങ് തുടരുക. ഞാനിപ്പോൾ നിഹാനയുടെ കണ്ണ് ഡോക്ടറെ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അജിത്ത്, അങ്ങേക്ക് കേൾക്കാമോ? ഡോക്ടർ അജിത്ത്, നമുക്കൊപ്പം സുരേഷ് ഗോപിയുണ്ട്, കേന്ദ്രമന്ത്രി. അദ്ദേഹം ഈ ചികിത്സ സംബന്ധിച്ച് ഇപ്പോൾ അടുത്തതായി നമുക്ക് ഗിരിധർ ആശുപത്രിയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള, അദ്ദേഹത്തിന് ചികിത്സ നൽകുന്ന ഡോക്ടറുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സുരേഷ് ഗോപിയും ഉണ്ട് നമുക്കൊപ്പം ലൈനിൽ. ഹലോ സാർ, നമസ്കാരം. ഹലോ. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആക്ച്വലി കണ്ണിന് ഒരു സാറ് എന്റെ ഡീറ്റെയിൽസ് സാർ കേട്ട് കാണുമല്ലോ അസുഖത്തിനെ പറ്റിയുള്ള. ഞാൻ കേട്ടു. അതിന്റെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് എന്റെ ബോഡിയിൽ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മേജർ പാർട്ടായിട്ട് കണ്ണിനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ആക്ച്വലി കണ്ണ് തുറന്ന് നിൽക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. കണ്ണ് ആൾക്കാരെ നോക്കാൻ കൂടെ പറ്റുന്നില്ല ഇപ്പം. കാരണം എപ്പോഴും സൺഗ്ലാസ് എല്ലാം കൊടുത്ത് നോക്കിയിട്ടും പ്രൊട്ടക്ട് ചെയ്തിട്ടും പുള്ളിക്ക് കൊച്ചിനെ ബുക്കിൽ നോക്കാനോ ആൾക്കാരെ നോക്കാനോ പറ്റുന്നില്ല. കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പം ഇനി അതിന്റെ ആക്ച്വലി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തതിൽ നല്ല എഫക്റ്റീവ് ആയിരുന്നു സോഫാർ. പക്ഷേ ഇപ്പോൾ അതിന്റെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് വന്നിട്ട് കണ്ണിന്റെ ലിഡിന്റെ കുറച്ച് മാർജിനിലൊക്കെ ഉള്ള കെരട്ടനൈസേഷനും കുറച്ച് ഫൈബ്രോസും കാരണം ആ ഇറിറ്റേഷൻ കൊണ്ടാണ് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. സോ അതിന്റെ സർജറിയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. ഒരു സർജറിയോ 1-2 സർജറിയോ അല്ല, ചിലപ്പോൾ കൂടുതൽ സർജറി വേണ്ടി വരും. ആ കറക്ഷൻ ചെയ്താലേ കുട്ടിക്ക് കണ്ണ് തുറന്നിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കണ്ണിന്റെ സിവിയർ ഡ്രൈ ആയും ലിഡിന്റെ കോംപ്ലിക്കേഷനും കാരണം കണ്ണിന് ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഹോസ്പിറ്റലിൽ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി ഉള്ള ഒരു ടീം തന്നെ അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച് റെഫർ ചെയ്തത്. അരവിന്ദിലൊക്കെ പോയി നോക്കി, പക്ഷേ അതൊന്നും കാര്യമായിട്ടുള്ള റെസ്പോൺസ് അവിടെ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ വിനയ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഗിരിധർ ഹോസ്പിറ്റലുണ്ട്. പുള്ളി ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പോലും സജസ്റ്റ് ചെയ്തത് മൾട്ടി ടീമാണെങ്കിൽ ഈ LV പ്രസാദ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും ബെറ്റർ എന്ന് പുള്ളി സജസ്റ്റ് ചെയ്തിരുന്നു. ശരി. എന്തായാലും ഞാനൊന്ന് ഗിരിധർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സായി വഴി ഡോക്ടർ വിനയുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എനിക്കിത് ഏത് തരത്തിൽ ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും, എത്രമാത്രം സാധിക്കും എന്നുള്ളത് ഞാൻ സുജയയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അറിയിക്കാം. താങ്ക് യു ഡോക്ടർ അജിത്ത്. ശ്രീ സുരേഷ് ഗോപി, അങ്ങ് ഇടപെട്ടതിന് വളരെയധികം നന്ദി. നമുക്ക് ഇക്കാര്യത്തിൽ ഇതൊരു ആരോഗ്യ നന്ദിയൊന്നും പറയാറായിട്ടില്ല. അതെ, അല്ല എങ്കിലും താങ്കൾ ഇത് കേട്ട് ഇടപെട്ടല്ലോ, കേട്ട് വെറുതെ ഇരുന്നില്ലല്ലോ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, കുഞ്ഞിന് ചികിത്സ നൽകുക, അതാണ് നമ്മളിപ്പോൾ ആ ചികിത്സ എന്താണ് എന്നത് അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് അതിന് എത്രത്തോളം പണം ചെലവാകും എന്നതടക്കം അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അതുപോലെ തന്നെ അധികൃതരിലേക്ക് എത്തിക്കാൻ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വാർത്ത നമ്മുടെ ഈ ഷോ കാണുന്നതിനിടയിൽ കണ്ട് അങ്ങനെ നമ്മളെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് ഈ കുഞ്ഞിൻ്റെ അടിയന്തര റിക്വയർമെൻറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ തേടിയത്. അപ്പോൾ ചികിത്സയാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത്. അപ്പോൾ ആ ചികിത്സയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് നമുക്കും കിടക്കാം. ആ കുടുംബവുമായി ദിലീപ് ഒന്ന് സംസാരിക്കൂ. അതിനുശേഷം ഈ കാര്യത്തിൽ നമ്മളും നേരിട്ട് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞിന് നമുക്ക് വേണ്ട ചികിത്സകൾ ഉറപ്പാക്കുന്നതിലേക്ക് നീങ്ങാമെന്ന് തോന്നുന്നു ദിലീപ്. തീർച്ചയായിട്ടും സുജയ, എന്തായാലും ആ കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്വാസമായ വാർത്തയാണ്. കാരണം അവർ നെറ്റിൽ നിന്ന് തപ്പിയെടുത്ത, കാരണം ആരോടും പറഞ്ഞിട്ടില്ല, ഇത് വിധിയാണ് എന്ന് കരുതി മാത്രം നിന്ന ഒരു കുടുംബമാണ്. കാരണം ഇത് ഒരു കുത്തിവയ്പ്പിലെ തുടർന്ന് മരുന്നിൻ്റെ അലർജിയെ തുടർന്ന് വന്നതാണ്. അത് ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും കുറ്റം പറയാതെ ഇത് ഞങ്ങൾക്കുണ്ടായ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കഴിയാവുന്നിടത്തോളം ചികിത്സ നൽകി വിൽക്കാവുന്നതെല്ലാം വിറ്റ് പെറുക്കി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവർ റിപ്പോർട്ടർ TV യെ സമീപിച്ചത്. ഇപ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കുന്നു എന്നുള്ളതാണ്.
ദിലീപ്, മികച്ച ചികിത്സ ആശ്വാസമാകണമെങ്കിൽ ആ കിട്ടുന്നു കുഞ്ഞിന് അല്പം ജീവിതത്തിലേക്ക് മുമ്പ് തിരിച്ചു വരുന്നതിനുള്ള ഒരു വഴി ഒരുങ്ങണം. ആ കുഞ്ഞിന് കാഴ്ചശക്തി നഷ്ടമാകുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു പിടിക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് വേണ്ടത്. അടിയന്തരമായി അതിലേക്ക് നമുക്ക് ചെല്ലുകയും വേണം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടതുപോലെ എല്ലാവരിൽ നിന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും മുന്നിലേക്ക് ആ കുഞ്ഞിൻ്റേത് ഒരു സങ്കടകരമായ കാഴ്ചയാണ്. അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്.